ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇത് ഞാൻ ഓവനൊന്നും ഇല്ലാതെ ഒരു പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നതാണ്. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ ഈ പൊടി ഒന്ന് 3 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിന് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴത്തേക്കും പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഈ പൊടി ഒരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ ഈ കേക്കിനായിട്ട് എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്പൂണോ വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുത്താൽ മതി. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ചൂടുള്ള പാലൊന്നും ചേർക്കരുത്. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് മാത്രം മതി. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. മാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് പല പ്രാവശ്യമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ബലത്തിലൊന്നും ഇട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് വല്ലാതെ ഹാർഡായി പോകും. അതുകൊണ്ട് കുറേശ്ശെ മാവ് ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് ബാറ്റർ ഈ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇനി കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ തടവി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടി വെച്ചിരിക്കുന്ന ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് നെയ്യോ ബട്ടറോ തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കേക്ക് ടിൻ കയ്യിലെടുത്ത് പതുക്കെ ഇങ്ങനെ താഴേക്ക് തട്ടി ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്ററിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും വെച്ചുണ്ടാക്കാം. ഞാനതിൽ ഉപ്പോ മണലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കണം. നമ്മുടെ സ്റ്റാൻഡ് ഇങ്ങനെ വെക്കുന്നത് കേക്ക് ടിൻ ഡയറക്റ്റ് ആയിട്ട് പാനിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി കൊടുക്കാം. അതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടുകയുള്ളൂ. ഇപ്പോൾ പാൻ മൂടി വെച്ചിട്ട് ഒരു 6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കേക്ക് ടിൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൈ പൊള്ളാതിരിക്കാനായിട്ട്. പാൻ നല്ല ചൂടായിരിക്കും ഈ സമയത്ത്. ഇനി പാൻ മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെക്കുക. അതിനുശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് അടിയൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പാൻ ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ തുറന്ന് നോക്കിയാൽ മതി.
ഇപ്പോൾ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 35 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ സ്ക്യൂവറിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുത്തി നോക്കുന്ന സമയത്ത് വല്ല ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ചൂട് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 35 മിനിറ്റ് എന്നുള്ളത് 45 മിനിറ്റൊക്കെ ആകും. അപ്പോൾ നിങ്ങൾ 35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തുറന്ന് നോക്കിയിട്ട് കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി റെഡിയായ കേക്ക് നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കേക്ക് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് പതുക്കെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൽ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമത്തിയിടാം. അതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള പേപ്പറെല്ലാം പൊളിച്ച് മാറ്റാം. വീണ്ടും നമുക്ക് കേക്ക് തിരിച്ചിടാം. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് 2 കഷ്ണങ്ങളായിട്ടോ 3 കഷ്ണങ്ങളായിട്ടോ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കേക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ആദ്യത്തെ ലെയർ കേക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ബേക്കറിലൊക്കെ കിട്ടുന്ന പോലെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കണം. വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അത് ഞാൻ ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് ചെറി വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പുരട്ടി കൊടുക്കാം. ഇനി കേക്കിൻ്റെ സൈഡിൽ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലും സൈഡിലും എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലെല്ലാം ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം ഞാൻ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൈഡിലെല്ലാം അതിൻ്റെ മുകളിൽ ഒരു ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി നല്ല സോഫ്റ്റുമായിട്ടുള്ള നമ്മുടെ ബേക്കറി സ്റ്റൈൽ
വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്